പാലക്കാട് ജില്ലയിലേക്ക് പോകുമ്പോ അവിടെ ഒരു മഹാനൊരു മഖബറുണ്ട്. ആ മഖബറയിൽ കിടക്കുന്ന മഹാനജി ഹയാത്തുള്ള കാലത്ത് അമ്പങ്കൊന്ന് ബീരാൻ പാപ്പ ഹയാത്തുള്ള കാലത്ത് മഹാനവറുകള് ഇരിക്കുമ്പോ ചോദിച്ചാലോ ഒരാള് വന്നിട്ട്, ഉസ്താദെ എന്റെ പശുവിനെ കാണാനില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മളെ വടകര മുഹമ്മദ് തങ്ങളെ പറ്റി നമ്മൾ കേട്ടവരാണ്. എന്റെ പശുവിനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞ എന്താ മറുപടി? ഇന്ന ഭാഗത്തുണ്ട് എന്നല്ല, നീ പോയിട്ട് വയറിളക്കി കളയെന്ന്. വയറിളക്കിയെന്നാ പറഞ്ഞ മറുപടി. നീ പോയിട്ട് ചുണ്ണാമ്പാക്കി വാങ്ങിയിട്ട് വയറിളക്കും. ഈ സങ്കടം എന്ന് പറഞ്ഞ ഇവനിക്ക് അനുയോജ്യമായൊരു മറുപടി അല്ല കൊടുത്തത്. പക്ഷെ ഈ ചോദിച്ചു വന്ന ആള് കുറച്ച് ഈമാനുള്ളവനും ഔലിയാക്കന്മാരിൽ വിശ്വാസമുള്ളവനുമായതുകൊണ്ട് അവര് പറഞ്ഞ പണി കണ്ടെടുക്കുക എന്ന് മനസ്സിലാക്കിയിട്ട് ഇയാൾ എന്ത് ചെയ്തു? ചുണ്ണാമ്പാക്കി വാങ്ങിയിട്ട് തിളപ്പിച്ചിട്ട് 3 ഗ്ലാസ് അങ്ങ് കുടിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോ മധ്യപ്രദേശിൽ നിന്ന് കോയിലിളക്കം സൃഷ്ടിച്ച് അപ്പൊ ഇയാൾക്ക് വയറ്റുന്ന് പോണം. നേരെ ഇയാൾ ഓടിയിട്ട് ഒരു തോട്ടിക്കാണ് ചാടി. ഒരു തോട്, വെള്ളം ഒരിക്കൽ തോടുണ്ടല്ലോ, വെള്ളം പറ്റിയ കാലം. ആ തോട്ടിൽ ചാടിയിട്ട് മൂപ്പര് വസ്ത്രം പൊന്തിച്ച് മൂപ്പര് മറക്കിരുന്ന് നല്ല സ്വാദന കിട്ടിയതിന്റെ ശേഷം ഇയാൾ ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോ ആയമുള്ള തോടാണ്. ആ തോട്ടിൽ ഇങ്ങനെ നോക്കുമ്പോ ഒരു കുറ്റിയില് പശുവിന്റെ കയറ് കുടുങ്ങിയിട്ട് പശു ആ തോട്ടിലുണ്ട്. അയാള് പശുവിനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോന്നു. അത് നോക്കി നിങ്ങള്. അപ്പൊ നീ വയറിളക്കടാന്ന് പറയുമ്പോ ആ വയറിളക്കാൻ പറഞ്ഞ വാക്ക് നമ്മൾ കേട്ടാ മതി. വയറിളക്കിയാൽ എങ്ങനെ പശുവിനെ കിട്ടുക? അത് നമ്മൾ നോക്കണ്ട, പറഞ്ഞ പണി എടുക്കുക. അതാണ് ഒരു നല്ല ഒരു മുഅ്മിനായ ഔലിയായിനെ മഹബത്ത് വെക്കുന്നവന്റെ ഒരു പ്രവർത്തനം അവന്റെ ഭാഗത്തുനിന്ന് വരേണ്ടത്.